നമ്പർ തിയറിയിലെ ലീനിയർ കോൺഗ്രുവൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലീനിയർ കോൺഗ്രുവൻസിലെ സൊല്യൂഷൻ ഓഫ് ലീനിയർ കോൺഗ്രുവൻസസ് വരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോർഷൻ സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസസ് ആണ്. പിന്നെ ചൈനീസ് റിമൈൻഡർ തിയറം, പിന്നെ അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതും കൂടെയാണ് പഠിക്കുന്നത്. ഈ ഒരു ഏരിയ HSC എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാം. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം, ആ രീതിയിലായി പഠിച്ചു വെക്കാം. അപ്പം ഇത് ഈ സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസസ് എന്ന് പറയുന്ന സെക്ഷൻ സെറ്റ് എക്സാമിനും നെറ്റ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എപ്പോഴും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കോളേജിയറ്റ് എക്സാമിനും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട ഒരു പോർഷൻസ് അല്ല, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. നമുക്ക് നോക്കാം. സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസസ്. ഒരു ലീനിയർ കോൺഗ്രുവൻസ്, അതായത് ഒന്നിൽ കൂടുതൽ ലീനിയർ കോൺഗ്രുവൻസ് ഉണ്ട്, അപ്പോൾ അതിന് കോമൺ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ വരും. അതിനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാലോ, ഇപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് കോൺഗ്രുവൻസിൻ്റെ സിസ്റ്റവും പറയുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞ ഒരു 6 നമ്പർ A1x congruent to B1 mod M1, A2x congruent to B2 mod M2, etc. up to ARx congruent to BR mod MR എന്ന് പറയുന്ന 6 ലീനിയർ കോൺഗ്രുവൻസസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇതിനായിട്ട് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന ഒരു കോമൺ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാം. അത് സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറയാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് പറയുന്നത് നമ്മളുടെ ചൈനീസ് റിമൈൻഡർ തിയറത്തിലാണ്. നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ചൈനീസ് റിമൈൻഡർ തിയറം അതാണ് പറയുന്നത്. അപ്പോൾ നമുക്കതെന്താ നോക്കാം. Let n1, n2, etc. nr be positive integers such that GCD of ni, nj equal to 1 for I not equal to j. Then the system of linear congruences x congruent to A1 mod n1, x congruent to A2 mod n2, etc. x congruent to AR mod nr has a simultaneous solution which is unique modulo the integer n equal to n1, n2, etc. up to nr. Okay, ഇത് പറയുന്നത് ഭയങ്കര ഭീകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് n1, n2, etc. nr എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്. പോസിറ്റീവ് ഇൻഡിജേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാലും അത് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം ഫോർ I നോട്ട് ഈക്വൽ ടു j. ഓക്കെ, ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഇൻഡിജർ എടുത്തു കഴിഞ്ഞാലും അത് റിലേറ്റീവ്ലി പ്രൈം ആണ്. അങ്ങനെയുള്ള നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ദെൻ ദ സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സ് കോൺഗ്രുവൻറ്റ് ടു A1 മോഡ് n1, എക്സ് കോൺഗ്രുവൻറ്റ് ടു A2 മോഡ് n2, എക്സെട്ര അപ് ടു എക്സ് കോൺഗ്രുവൻറ്റ് ടു AR മോഡ് nr. ഇങ്ങനൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ഈ സിസ്റ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? n1, n2, എക്സെട്ര അപ് ടു nr എടുക്കുമ്പോൾ അത് റിലേറ്റീവ്ലി പ്രൈം ആണ്. അങ്ങനെയുള്ള കേസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഹാസ് എ സൈമൾട്ടേനിയസ് സൊല്യൂഷൻ വിച്ച് ഈസ് യുണീക് മോഡുലോ ദ ഇൻഡിജർ n ഈക്വൽ ടു n1 ഇൻറ്റു n2 ഇൻറ്റു എക്സെട്ര അപ് ടു nr. അതായത് ഈ ഒരു സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഈ ഒരു സിസ്റ്റം എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഈ എക്സിന് ഒരു വാല്യൂ ഉണ്ട്. ആ എക്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും മോഡുലോ n. n എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ n ഈക്വൽ ടു ഈ n1, n2, എക്സെട്ര അപ് ടു nr എന്ന് പറയുന്ന ഇത്രയും ഇൻഡിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് n1, n2, എക്സെട്ര അപ് ടു nr. അപ്പോൾ നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു തിയറം തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ലീനിയർ സിസ്റ്റം തന്നു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. എന്തായിരിക്കണം? n1, n2, എക്സെട്ര അപ് ടു nr എന്ന് പറയുന്ന റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഈ ഒരു മോഡലിൽ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. ആ യുണീക്ക് സൊല്യൂഷൻ വിച്ച് ഈസ് യുണീക്ക് സൊല്യൂഷൻ, അത് സൊല്യൂഷൻ ആയിരിക്കും. അതൊരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും മോഡുലോ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോഡക്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും സൊല്യൂഷൻ ആണെന്ന് അർത്ഥം. ആ എക്സ് ഇതിൻ്റെ സൊല്യൂഷനാണ്, ഇതിൻ്റെ സൊല്യൂഷനാണ്, ഇതിനൊക്കെ സൊല്യൂഷൻ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് പറയാം, എന്നിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, നമുക്ക് കുറേ n1, n2, എക്സെട്ര അപ് ടു nr എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് ഇൻഡിജേഴ്സ് തന്നിട്ടുണ്ട്. ഇതവിടെ n1, n2, എക്സെട്ര അപ് ടു nr എന്ന് പറഞ്ഞിട്ട് സിസ്റ്റത്തിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. ആ പ്രോഡക്റ്റിനെ ഞാൻ ക്യാപിറ്റൽ N എന്ന് വിളിച്ചു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് nk എന്ന് പറഞ്ഞ ഒരാളെ ഡിഫൈൻ ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാപിറ്റൽ Nൽ ഈ പ്രോഡക്റ്റിനെ nk കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് nk, ക്യാപിറ്റൽ nk. അതായത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ക്യാപിറ്റൽ N1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n ഡിവൈഡഡ് ബൈ n1. അതായത് n എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പ്രോഡക്റ്റ് ആണ്. n1 ഇൻറ്റു n2 ഇൻറ്റു എക്സെട്ര അപ് ടു nr ഡിവൈഡഡ് ബൈ n1.
അപ്പോൾ ഇതും അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള പ്രോഡക്റ്റിനെയാണ്, അതായത് n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് നമ്പറിനെ ഒഴിവാക്കി ബാക്കിയുള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ n1 എന്ന് പറയുന്നത്. അപ്പോൾ nk എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ nkth നമ്പറിനെ ഒഴിവാക്കി ബാക്കിയുള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ nk എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു nk കിട്ടിയിട്ടുണ്ടല്ലോ, nk കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. nkx കോൺഗ്രുവൻറ്റ് ടു 1 mod nk. ഓക്കെ, ഇങ്ങനൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഇത് ശരിക്കും അതിൻ്റെ പ്രൂഫാണ് പറയുന്നത്, പക്ഷെ നമ്മളിത് അറിയാതെ നമുക്കൊരിക്കലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ nkയും എടുത്ത് നോക്കിയാൽ ഈ nkയിൽ ഇതില്ലാതെ എഴുതുന്നല്ലേ നമ്മൾ nk. അപ്പോൾ nkയും റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ട് തന്നെ ആ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ GCD ഓഫ് nk എടുത്തു കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. ആ 1 ഈ 1നെ ഡിവൈഡ് ചെയ്യും. സോ ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ സൊല്യൂഷനെ ഞാൻ xk എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനായി. ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? x ഈക്വൽ ടു a1 ഇൻറ്റു ക്യാപിറ്റൽ N1 ഇൻറ്റു x1. n1 എന്താണെന്ന് നമുക്കറിയാം. x1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ nk ആണ് കൺസിഡർ ചെയ്തതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് xk ആണ് സൊല്യൂഷൻ കിട്ടിയത്. n1x കോൺഗ്രുവൻറ്റ് ടു 1 mod n1 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് എന്താണെന്നറിയോ? x1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ x1 സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ആ ഒരു x1 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, a1 ഇൻറ്റു n1 x1 പ്ലസ് a2 ഇൻറ്റു n2 x2 പ്ലസ് എക്സെട്രാ അപ് ടു ar ഇൻറ്റു nr xr മോഡ് ക്യാപിറ്റൽ N. ഓക്കെ, ദിസ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദ ലീനിയർ കോൺഗ്രുവൻസ്. ആ സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷനാണ് ഈ x എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്സിലൂടെ നിങ്ങൾ ഒന്നുകൂടെ പോവുക, എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ പ്രോബ്ലം ഇതാണ്. സോൾവ് x കോൺഗ്രുവൻറ്റ് ടു 1 mod 3, x കോൺഗ്രുവൻറ്റ് ടു 2 mod 4, x കോൺഗ്രുവൻറ്റ് ടു 3 mod 5. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ പറയാൻ. പക്ഷെ നമ്മളിത് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒരു പ്രോബ്ലം ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. ബാക്കിയുള്ള പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഓപ്ഷൻസ് കിട്ടുമ്പോൾ അതിൽ നിന്ന് ആൻസർ ചെയ്ത് നോക്കിയാലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ സ്റ്റെപ്പ് 1 പറഞ്ഞത് ക്യാപിറ്റൽ N കണ്ടുപിടിക്കണം എന്നാണ്. അപ്പം നമുക്ക് ആദ്യം ഇവിടെ നിന്ന് എന്താണെന്ന് എഴുതാം. ഇവിടുത്തെ ഇതാണ് നമ്മളുടെ a1 a2 a3. ഓക്കെ, അപ്പം ഞാൻ എഴുതി a1 ഈക്വൽ ടു 1, a2 ഈക്വൽ ടു 2 ആൻഡ് a3 ഈക്വൽ ടു 4 അല്ലേ? a2 ഈക്വൽ ടു a3 ഈക്വൽ ടു 3. ഓക്കെ, പിന്നെ നമ്മൾ എഴുതേണ്ടത് n1 n2 n3. n1 ഈക്വൽ ടു 3 ആണ്, n2 ഈക്വൽ ടു 4 ആണ്, n3 ഈക്വൽ ടു 5 ആണ്. നിങ്ങൾ നോക്കുക, 3ഉം 4ഉം 5ഉം എല്ലാം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇത് ഏത് രണ്ടെണ്ണത്തിൻ്റെ GCD എടുത്താലും 1 ആണ് കിട്ടുക. അപ്പോൾ നമുക്കറിയാം ഈ സിസ്റ്റത്തിന് ബൈ ചൈനീസ് റിമൈൻഡർ തിയറം ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ അല്ലേ? ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ക്യാപിറ്റൽ N കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഇങ്ങനെയാണ് വരുന്നത്, n1 ഇൻറ്റു n2 ഇൻറ്റു n3 എന്ന് വെച്ചാൽ 3 ഇൻറ്റു 4 ഇൻറ്റു 5. എത്ര കിട്ടുന്നത്? 60 അല്ലേ? 60. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ NK ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ n1 അല്ലേ? അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് അല്ലേ n2 ഇൻറ്റു n3, അങ്ങനെയല്ലേ വരിക? അപ്പോൾ n2 ഇൻറ്റു n3 നോക്കുക, അപ്പോൾ 4 ഇൻറ്റു 5 അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു 20. n2 എന്താ വരിക? n2 ഈക്വൽ ടു n2നെ ഒഴിവാക്കി 3 ഇൻറ്റു 5 ചെയ്താൽ മതി അല്ലേ? 3 ഇൻറ്റു 5 ഈക്വൽ ടു 15. ഇനി n3 എന്താണ് വരുന്നത്? n3നെ ഒഴിവാക്കി n1 ഇൻറ്റു n2 ചെയ്യാം. ദാറ്റ് ഈസ് 3 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പം ഇതാണ് നമുക്ക് n1 ഇൻറ്റു n1ഉം n2ഉം n3യും കിട്ടിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൺസിഡർ ദ ലീനിയർ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് n1x കോൺഗ്രുവൻറ്റ് ടു 1 mod n1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ n1 എന്താണ് ഇവിടെ? 20x കോൺഗ്രുവൻറ്റ് ടു 1 mod n1. n1 എന്തായിരുന്നു നമുക്ക്? n1 എന്ന് പറയുന്നത് 3 ആണ്. സോ അത് എഴുതി കൊടുക്കാം. നിങ്ങൾ നോക്കുക, ഈ ലീനിയർ കോൺഗ്രുവൻസ് സോൾവ് ചെയ്യാൻ നമുക്കറിയാം 20ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം ആണല്ലേ? 20, 3 ആർ റിലേറ്റീവ്ലി പ്രൈം. അതുകൊണ്ട് തന്നെ 1 എന്ന് പറയുന്ന നമ്പറിന് 1നെ ഡിവൈഡ് ചെയ്യുന്നു. സോ ദ സിസ്റ്റം ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. ഈ ലീനിയർ കോൺഗ്രുവൻസിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്, സിസ്റ്റത്തിനല്ല. ലീനിയർ കോൺഗ്രുവൻസ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ.
ഹാസ് എ യൂണീക്ക് സൊല്യൂഷൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ആ യൂണീക്ക് സൊല്യൂഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് മസ്റ്റാണ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ 1 2 3 കൊടുത്ത് നോക്കിയാൽ മതി അല്ലേ? 20 × 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 20 × 1 20 - 1 19 വരും. 19 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 അല്ലേ? 20 × 2 കൊടുത്താലോ? 20 × 2 which is equal to 40. 40 - 1 that is equal to 39. 39 നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് പറയാം x = 2 is the solution. x = 2 is the solution. ഞാനിതിൻ്റെ പേര് പറഞ്ഞ് വിളിക്കുകയാണ്. ഈ എക്സിന് പകരം x1 എന്ന് കൊടുക്കുന്നു. കാരണം എനിക്ക് ഇക്വേഷനിൽ അങ്ങനെയാണ് പറയേണ്ടത്. അതുകൊണ്ട് x1 = 2 is the solution of the given linear congruence. ഇനി നമ്മൾ എന്ത് ചെയ്യണം? n2x congruent to നമ്മൾ അടുത്ത കണ്ടുപിടിക്കുക. ഇനി n2x congruent to 1 mod n2. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന n2 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇവിടെ n2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. 15x കോൺഗ്രുവൻറ്റ് ടു 1 mod 4 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്കറിയാം 15ഉം 4ഉം റിലേറ്റീവ്ലി പ്രൈമാണ്. 15ഉം 4ഉം റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പോൾ 1 ഡിവൈഡ്സ് 1 ആണ്. സോ ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. ആ യുണീക്ക് സൊല്യൂഷൻ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ ചെയ്ത് നോക്കുക. 15 × 1 കൊടുത്ത് നോക്കുക. അപ്പോൾ 15 × 1 15 - 1 എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെയോ 15 × 2 എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 - 1 എന്ന് പറഞ്ഞാൽ 29 പറ്റില്ല. 15 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ആണ്. 45നെ നമ്മൾ 1 കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 44 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം x2 എന്ന് പറയുന്ന സൊല്യൂഷൻ. ഇത് രണ്ടാമത്തെ കൺസിഡർ ചെയ്താണ് കേട്ടോ ഞാൻ x2 എന്ന് എഴുതുന്നത്. x2 എന്ന് പറയുന്ന സൊല്യൂഷൻ ഏതാണ്? x2 = 3 is the solution. ഓക്കെ, പിന്നെയോ പിന്നെ നമ്മൾ അടുത്തത് n3x congruent to 1 mod 4 എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, n3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 12x congruent to 1 mod 4 അല്ല കേട്ടോ, n3 ആണ് എടുക്കേണ്ടത്, 5 അല്ലേ, mod 5. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷനോ 12 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. 12 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണ്, അത് ശരിയാവില്ല. 12 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ആണ്, അത് ശരിയാവില്ല. 36 - 1 എന്ന് പറഞ്ഞാൽ 35 ആണ്. 35നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ x3 = 3 ഈസ് ദ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 x2 x3 കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് സൊല്യൂഷൻ എഴുതാം. നമ്മളെ സൊല്യൂഷൻ ഏതാണ്? സൊല്യൂഷൻ = a1 × n1 × x1 പ്ലസ് a2 × n2 × x2 പ്ലസ് a3 × n3 × x3. ഓക്കെ, നമുക്ക് a1 എന്താണെന്ന് തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടില്ലേ? a1 1 ആണ്, a2 2 ആണ്, a3 3 ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ കൊടുക്കുക കേട്ടോ. നമ്മൾ a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്, x1 കിട്ടിയത് 2 ആണ്. ഓക്കെ, പ്ലസ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 2 × n2 എന്ന് പറഞ്ഞാൽ 15 × 3 പ്ലസ് ഇവിടെ 3 × 12 × 3. ഓക്കെ, ഇതാണ് കിട്ടുന്നത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? 40. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ എഴുതണം. നമ്മൾ എന്താണ്? മോഡ് ക്യാപിറ്റൽ N ആണ് അല്ലേ. ക്യാപിറ്റൽ Nലാണ് നമ്മൾ സൊല്യൂഷൻ ഉള്ളത്. ദാറ്റ് ഈസ് മോഡ് 60. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? 40 + 90 + 108 മോഡ് 60. അപ്പോൾ നമുക്കിവിടെ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 ഇവിടെ കോൺഗ്രുവൻസ് ഉണ്ട് കേട്ടോ. മോഡ് എഴുതുമ്പോൾ നമ്മൾ കോൺഗ്രുവൻസ് എഴുതണം. എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 238 മോഡ് 60. നിങ്ങൾ നോക്കുക ഇത് എത്ര വരിക എന്നുള്ളത്. 238 വരുമ്പം 60യുടെ ഇത് വരുമ്പം അതായത് ഇങ്ങനെ നോക്കിയാലും മതി. 240 എന്ന് പറയുന്നത് 60യുടെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ 240 -2 ആണ് വരുന്നത്. -2 മോഡ് 60 അല്ലേ. അങ്ങനെ എഴുതാമല്ലോ നമുക്ക്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ 240 അതായത് 200 വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 മോഡ് 60. 240 ആണ് വരുന്നത്. അപ്പോൾ 240 ആവാൻ -2 കൂടി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 58, അതായത് 60 നിന്ന് 2 പോവാം. അപ്പോൾ 58 മോഡ് 60. ഇനി ഇങ്ങനെ കത്തിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 238 തൊട്ട് മുമ്പ് വരുന്നത് വരെ ഏതാ നോക്കുക. എന്നിട്ട് അപ്പോൾ നമുക്ക് ശരിക്കും 58 കിട്ടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ. എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 58 മോഡ് 60. ഇനി നമുക്ക് എന്താ സൊല്യൂഷൻ കിട്ടിയത്?
സൊല്യൂഷൻ കിട്ടിയത് എന്താ? എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 58 mod 60 എന്നാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു 58 ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്പർ നോക്കണം. ഈ 3 × 4 × 5 ചെയ്താലാണ് 60 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസിന് ആൻസർ കണ്ടുപിടിക്കാൻ ഓരോ ഓപ്ഷനും എടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് നോക്കാം. 58 - 1 എന്ന് പറഞ്ഞാൽ 57. 57നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുക. 58 - 2 എന്ന് പറഞ്ഞാൽ 56. 56നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 58 - 3 എന്ന് പറഞ്ഞാൽ 55ആണ്. 55നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓപ്ഷൻസിന് ആൻസർ കണ്ടുപിടിക്കാം ഈസി ആയിട്ട്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു നമുക്ക് വേറൊരു രീതിയിൽ കൂടി ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കോളേജ് 8-ന് ചോദിച്ചത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡേഴ്സ് 2, 3, 2 when divided by 3, 5, 7 റെസ്പെക്റ്റീവ്ലി. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3, 5, 7 എന്നീ നമ്പറുകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2, 3, 2 എന്ന് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ. ഓക്കെ, 3, 5, 7 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 2, 3, 2 എന്നിങ്ങനെ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിത് ആദ്യം എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഇത് ചൈനീസ് റിമൈൻഡർ തിയറി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ മലയാളത്തിൽ. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഓപ്ഷൻസ് നിന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ചൈനീസ് റിമൈൻഡർ തിയറിയുടെ സിസ്റ്റം ഓഫ് കോൺഗ്രുവൻസ് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് കോൺഗ്രുവൻറ്റ് ടു 2 mod 3 അല്ലേ? 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്ന നമ്പർ. ദറ്റ് ഈസ് എ നമ്പർ, ഒരു നമ്പർ ഉണ്ട്, അത് കോൺഗ്രുവൻറ്റ് 2 ആണ് mod 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്ന നമ്പർ. ഓക്കെ, പിന്നെ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 5. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 7. ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്യാം. നമുക്കിത് അറിയാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, 3, 5, 7 റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ നമുക്ക് ചൈനീസ് റിമൈൻഡർ തിയറി അനുസരിച്ച് നമുക്കിതിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേതാണെന്ന് കണ്ടുപിടിക്കാം. പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ A1 = 2 ആണ്, A2 = 3 ആണ്, A3 = 2 ആണ്. അതുപോലെ തന്നെ N1 = 3 ആണ്, N2 = 5 ആണ്, N3 = 7 ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ N എന്താണെന്ന് എഴുതണം അല്ലേ? N = 3 × 5 × 7. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ N1 എന്താണെന്ന് എഴുതാം. N1 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 5 × 7 എന്ന് പറഞ്ഞാൽ 35 വരും. അതുപോലെ തന്നെ N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N2നെ ഒഴിവാക്കി ബാക്കി ഇത് രണ്ടും. അപ്പോൾ 3 × 7 ദറ്റ് ഈസ് ഈക്വൽ ടു 21. അതുപോലെ തന്നെ N3 = എന്ത് വരും? N3 നെ ഒഴിവാക്കി 3 × 5 ചെയ്യാം അല്ലേ? 3 × 5 = 15 വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഒരു ലീനിയർ കോൺഗ്രുവൻസ് അല്ലേ? N1x കോൺഗ്രുവൻറ്റ് ടു 1 mod N1 എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 35x കോൺഗ്രുവൻറ്റ് ടു 1 mod N1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? N1 എന്തായിരുന്നു? 3 ആണ് കേട്ടോ, 2 അല്ല. സോറി. ഓക്കെ, 35x കോൺഗ്രുവൻറ്റ് ടു 1 mod 3. ഇനി നമുക്ക് വേണ്ടത് 35x കോൺഗ്രുവൻറ്റ് ടു 1 mod 3യുടെ സൊല്യൂഷൻ 35. ഇവിടെ -1 വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ ആകുമല്ലോ. അപ്പോൾ എക്സിന് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സിന് എന്ത് കൊടുക്കണം? 35 × 1 ചെയ്ത് കഴിഞ്ഞാൽ 35 - 1 34 വരും. അത് ശരിയാവില്ല. 35 × 2 കൊടുത്തു കഴിഞ്ഞാലോ? 35 × 2 കൊടുത്തു കഴിഞ്ഞാൽ 70 ആണ് വരിക. 70 - 1 എന്ന് പറഞ്ഞാൽ 69. 69 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ x = 2 വരും. അതൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഞാൻ x1 കൊടുത്തു. ഇനി അടുത്തതിൽ N2x കോൺഗ്രുവൻറ്റ് ടു 1 mod N2 എന്താണ്? 5 mod 5. അപ്പോൾ N2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21x കോൺഗ്രുവൻറ്റ് ടു 1 mod 5. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അറിയാമല്ലേ നമുക്ക്? 21xന് 1 കൊടുത്തു കഴിഞ്ഞാൽ 21 - 1 എന്ന് പറഞ്ഞാൽ 20, അത് ഡിവിസിബിൾ ബൈ 5 ആണ്. അപ്പോൾ x2 = 1 ആണ് കിട്ടുക. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N3x കോൺഗ്രുവൻറ്റ് ടു 1 mod N3. N3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15x കോൺഗ്രുവൻറ്റ് ടു 1 mod 7. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എന്താ പറയുന്നത്? x ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 15 - 1 14 ആവും. അപ്പം x ഈസ് കോൺഗ്രുവൻറ്റ് ടു
x3 equal to 1 is the solution. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷൻസ് കിട്ടി. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ പറയാം, ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ പറയാം. ദറ്റ് ഈസ് a1 n1 x1 പ്ലസ് a2 n2 x2 പ്ലസ് a3 n3 x3 മോഡ് ക്യാപിറ്റൽ N. കോൺഗ്രുവൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം? 2 ഇൻറ്റു 35 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 21 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു 1 ദറ്റ് ഈസ് മോഡ് 105. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് എത്രയാണെന്ന് അറിയാം? 233 ആണ് വരുന്നത്. ഇറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 233 മോഡ് 105 വരും. അപ്പം 233 ഇറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു നമുക്ക് പറയാം 23 മോഡ് 105 എന്ന് പറയും, ലീസ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്കിതിലൊരു കാര്യമുണ്ട്, 233 അതായത് 23 പ്ലസ് 105 ചെയ്താലും അതും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ. 23 പ്ലസ് 105 ഇങ്ങനെ 128 വരുമ്പോഴും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അതായത് 23നോട് കൂടെ 105ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഏത് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ സൊല്യൂഷനായിട്ടാണ് കിട്ടുക. അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അങ്ങനെയും കൂടെ സെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് 105ൻ്റെ മൾട്ടിപ്പിളിനോട് കൂടി 23 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നമ്പറും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങളിവിടെ നോക്കുക, നിങ്ങൾക്കിവിടെ 23 മോഡ് 5യുടെ സൊല്യൂഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 23 മോഡ് 5 അല്ല 105, 23 മോഡ് 105 ഇതിൻ്റെ ഓരോന്നിൻ്റെയും സൊല്യൂഷൻ ആണോ നോക്കുക നിങ്ങൾ. 23 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ആണ്. 21 ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. 23 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 20 ആണ്, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 5. 23 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ആണ്, ദറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പം ഇത് തന്നെയാണ് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് കണ്ടുപിടിക്കാനുള്ളത് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഏത് വെച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ലീസ്റ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് 23 എന്ന് പറയുന്നത് ലീസ്റ്റ് നമ്പറാണ്. ഓക്കെ, ഇങ്ങനെ ഡിവിഷൻ തരുന്ന, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് തരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 23നോട് കൂടെ 105 ആഡ് ചെയ്താൽ കിട്ടുന്ന 128നും നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ വരാം. അപ്പോൾ അതും നമ്പർ തന്നെയാണ്, പക്ഷേ ലീസ്റ്റ് അല്ല. ഓക്കെ, ഏറ്റവും ചെറുതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചൈനീസ് റിമൈൻഡർ തിയറം പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പം ഒരു ചെറിയ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതും കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ലീനിയർ കോൺഗ്രുവൻസ് ഇൻ 2 വേരിയബിൾസ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല കേട്ടോ. പക്ഷേ നമ്മൾ സെറ്റ് എക്സാമിൻ്റെയും കൂടെ കോച്ചിങ് പറയുന്നത് കാരണമാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ദ സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസ്, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 വേരിയബിൾസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻസിൻ്റെ എക്സിസ്റ്റൻസ്, ഇത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദ സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസസ് AX പ്ലസ് BY കോൺഗ്രുവൻറ്റ് ടു R മോഡ് N, CX പ്ലസ് DY കോൺഗ്രുവൻറ്റ് ടു R മോഡ് N ഹാസ് എ യൂണിക് സൊല്യൂഷൻ മോഡുലോ N whenever GCD of AD minus BC, N equal to 1. അതായത് ഈ ലീനിയർ കോൺഗ്രുവൻസ് കൺസിഡർ ചെയ്യുക. അതായത് ഇതിൽ 2 വേരിയബിൾ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഇത് രണ്ടും കോൺഗ്രുവൻറ്റ് ടു, ഇവിടെ 2 നമ്പേഴ്സാണ് കേട്ടോ, സോറി ഇവിടെ S ആണ് വരിക. AX പ്ലസ് BY കോൺഗ്രുവൻറ്റ് ടു R മോഡ് N തന്നെയാണ് ഇവിടെയും. ശ്രദ്ധിക്കണം നിങ്ങൾ, നേരത്തെ അത് വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ ആ സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസ് കൺസിഡർ ചെയ്തപ്പോൾ ഇപ്പോൾ AX പ്ലസ് BY കോൺഗ്രുവൻറ്റ് ടു R മോഡ് N, CX പ്ലസ് DY കോൺഗ്രുവൻറ്റ് ടു S മോഡ് N ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ GCD ഓഫ് AD മൈനസ് BC, നമ്മുടെ ഡിറ്റർമിനൻ്റ് പോലെ കേട്ടോ, AD മൈനസ് BC, EN അതിൻ്റെ GCD കണ്ടുപിടിച്ചാൽ 1 ആണെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും കേട്ടോ. ഇത്രയുള്ളൂ. നമുക്കൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നിർത്താം. 3x പ്ലസ് 4y ഈക്വൽ ടു 5 മോഡ് 13. ഓക്കെ, അതുപോലെ തന്നെ 2x പ്ലസ് 5y കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 13. ഓക്കെ, ഇതെടുത്തു. ഇതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം. ഓക്കെ, നമുക്ക് നോക്കാം. A ഈക്വൽ ടു 3 എടുത്തു, B ഈക്വൽ ടു 4, ഇതാണ് ABCD. അപ്പം C ഈക്വൽ ടു 2 ആൻഡ് D ഈക്വൽ ടു 5 ആൻഡ് N ഈക്വൽ ടു 13. ഓക്കെ, ഇത്രയും കണ്ടുപിടിക്കാം. നമ്മളോട് AD മൈനസ് BC കണ്ടുപിടിക്കാം ഫസ്റ്റ്. 3 ഇൻറ്റു 5 മൈനസ് 4 ഇൻറ്റു 2, ദറ്റ് ഈസ് 15 മൈനസ് 8 ഈക്വൽ ടു 7. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യുന്നത് GCD ഓഫ് AD മൈനസ് BC, N ഈക്വൽ ടു എത്രയാണ് ചെക്ക് ചെയ്യാം. GCD ഓഫ്
7,30 ഇസ് ഈക്വൽ ടു 1. ഇത് 1 ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ കുറച്ച് റിസ്ക് ആണ്, അതുകൊണ്ട് അത് പറയുന്നില്ല എങ്ങനെയാണെന്നുള്ളത്. ഇത് മാത്രം ഓർത്ത് വെക്കുക. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മളോട് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ലീനിയർ കോൺഗ്രുവൻസ് എന്ന് പറയുന്ന സെക്ഷൻ. ഇനി വരുന്ന സെക്ഷൻസ് ഫെർമാറ്റ്സ് തിയറവും അതുപോലെ ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം, ഓയിലേഴ്സ് തിയറം, അങ്ങനെയുള്ള സെക്ഷൻസ് ആണ്. അപ്പോൾ എനിക്ക് അവിടെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞതിൽ വളരെയധികം ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്. പെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടി ലാക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ വാല്യുവേഷൻ ക്യാമ്പിൻ്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.